ശ്രീ സൗമ്യകാശീശമഹേശ്വരായ തസ്മൈ നമസ്വാമി തപോവനായ തസ്മൈ നമസ്വാമി തപോവനായ. ഹരി ഓം. ഇനി നമുക്ക് ബദ്രീശ സ്തോത്രത്തിലെ പ്രഥമ സ്തവകത്തിലെ മൂന്നാമത്തെ ശ്ലോകം നോക്കാം. യഥാനുരക്തിർഭവതോംഘ്രിമൂലേ ഭക്താനുകമ്പസ്യ ഭവാർത്തിഹാരിൻ തദാത്ര കർമാധചരാജയോഗഃ സുഖേന നൈവോ നമയേത് പുമാംസം. യഥാനുരക്തിർഭവതോംഘ്രിമൂലേ ഭക്താനുകമ്പസ്യ ഭവാർത്തിഹാരിൻ തദാത്ര കർമാധചരാജയോഗഃ സുഖേന നൈവോ നമയേത് പുമാംസം. ഭവാർത്തിഹാരിൻ, ഭവം പരിവർത്തനത്തിന് വിധേയം. ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ് പരിവർത്തനം. ഒന്നും ഒന്നുപോലെ നിൽക്കില്ല, ഒരുപോലെ ഇരിക്കുവാൻ സാധിക്കില്ല എന്നും. അതുകൊണ്ടാണ് ചില അനുകൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നാം ആത്മഗതമെണ്ണം പറയാറില്ലേ, എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ആവില്ല എന്ന് നമുക്കറിയാം. അതുതന്നെ 2 മാസമൊക്കെ സ്കൂൾ വെക്കേഷന് കൂട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാറാകുമ്പോൾ കുട്ടികൾ പറയാറല്ലേ, എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ. അവർക്കറിയാം ആവില്ല എന്ന്. ഒരു സ്ഥിതിവിശേഷവും സ്ഥിരമല്ല, ഇത് പ്രകൃതിയുടെ നിയമമാണ്. എന്നും ഒരുപോലെ സ്ഥിരമായിരിക്കുവാൻ പ്രകൃതി സമ്മതിക്കാറില്ല. ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. ഈശ്വരൻ തന്നെ ഇങ്ങനെയാണ് മാതൃക കാണിച്ചിരിക്കുന്നത്. ഒന്നിനെയും ഒരുപോലെ സ്ഥിതി ചെയ്യുവാൻ പ്രകൃതി സമ്മതിക്കാറില്ല. അതുകൊണ്ട് അനസ്യൂതമായ മാറ്റമാണ് നിയതിയുടെ അലംഘനീയമായ നിയമം. അത് അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ അംഗീകാരം നിയന്താവിന് ആവശ്യവുമില്ല. അറിഞ്ഞാൽ അത്രയും നല്ലത്. ഭവം, അപ്പോൾ ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രയാണത്തെയാണ് ഭവാർത്തി എന്ന് പറയുന്നത്. നമുക്ക് ചില മാറ്റങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല. പെട്ടെന്നുള്ളതായ ചില ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ. പക്ഷെ ഈ മാറ്റങ്ങൾ വ്യക്തി എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ, രാഷ്ട്രം എന്ന നിലയിൽ നാം സഹിക്കേണ്ടി വരും. ഈ ദുഃഖത്തെയാണ് ഭവാർത്തി എന്ന് പറയുന്നത്. ആ ഭവാർത്തിയെ ഹരിക്കുന്ന ആൾ ഭവാർത്തിഹാരിൻ. ഹേ ബദ്രീശ, മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും ഹരിക്കുന്നവനെ, ഈ ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോഴും ഭഗവാനെ ആശ്രയിക്കുന്നവരോട് ഒരു ദയ ഉണ്ടായിരിക്കും. നമുക്ക് എത്രയോ പോരായ്മകൾ ഉണ്ടെങ്കിലും കീഴടങ്ങുമ്പോൾ, നാം അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഭക്തന്മാരോടുള്ള അനുകമ്പ കാരണം യഥാനുരക്തിർഭവതോംഘ്രിമൂലേ, അങ്ങയുടെ പാദകമലത്തിൽ ഏത് പ്രകാരമാണോ സാധാരണ ഭക്തർ അങ്ങയെ ശരണം പ്രാപിച്ച് അങ്ങയിൽ അനുരക്തർ ആവുന്നത്, ഇതല്ലാതെ നമുക്ക് യാതൊരു മാർഗവുമില്ല. ഇതല്ലാതെ നാം എന്തൊക്കെ ആശ്രയിച്ചോ അതൊക്കെ ഇല്ലാതാവുന്നതാണ്. വിവേകം വരുമ്പോൾ മനുഷ്യൻ ആശ്രയിക്കേണ്ടതിനെ ആശ്രയിക്കേണ്ടത് സാക്ഷാൽ ശ്രീ ബദ്രീനാഥനെ മാത്രമാണ്. ബാക്കി എന്തൊക്കെ ആശ്രയിച്ചുവോ അതൊക്കെ നമ്മളെ നിഷ്കരണം വിട്ടുപോകുന്നതാണ്. നാം ആശ്രയിക്കുന്ന സ്ഥാനം അത് അർഹിക്കാത്തതാണ് എന്ന് നമുക്ക് ബോധ്യമാവും. നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഹേ ഭവാർത്തിഹാരിൻ, ഈ ലോകത്തിലെ ദുഃഖങ്ങളെ ഹരിച്ച് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഹേ ഭഗവൻ, തഥാത്ര കർമാധചരാജയോഗഃ. വളരെ പരിചിതമായ 2 മാർഗങ്ങളാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും. ഇവിടെ രാജയോഗം എന്നതുകൊണ്ട് ജ്ഞാനമാർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവത്ഗീത 9-ാം അധ്യായത്തെ രാജവിദ്യാരാജഗുഹ്യയോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജ്ഞാനമാർഗമോ കർമ്മമാർഗമോ ഒന്നും ഇത്ര അനായാസകരമായി സുഖേന ഉന്നമയേത് പുമാംസം, മനുഷ്യനെ സമുദ്ധരിക്കുവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കർമ്മയോഗവും ജ്ഞാനയോഗവും 2ാം തരമാണെന്ന് ശ്രോതാക്കൾ വിചാരിക്കരുത്. കാരണം ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അതിൻ്റെ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഗ്രഹിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ എഴുതി വെക്കും, പിന്നീട് വേറെ ആരെങ്കിലും വായിക്കും, അവർ ജീവിതകാലം മുഴുവൻ അങ്ങനെ വിചാരിക്കും. ഒരു വിഷയം അവതരിപ്പിക്കുന്ന അധ്യാപകൻ്റെ ചുമതലയാണ് ആ വിഷയത്തോട് നീതി പുലർത്തുക എന്നത്. ഇവിടെ ബദ്രീനാഥനെ ശരണം പ്രാപിക്കുകയാണ്.
അതിനാൽ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു എന്നല്ലാതെ കർമ്മയോഗത്തിനോ ജ്ഞാനയോഗത്തിനോ പ്രസക്തി ഇല്ലാതെന്നല്ല അങ്ങനെ ധരിക്കുകയും ചെയ്യരുത്. കാരണം ഇനി പറയാൻ പോകുന്നത് മുഴുവൻ ജ്ഞാനമാണ്. ഈ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒന്നു തന്നെയാണ്. മനുഷ്യനെ ഈശ്വരനോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രം. ഒരു മാർഗത്തെ സ്വീകരിക്കുന്നവർക്ക് മറ്റു രണ്ട് മാർഗത്തെയും നിഷേധിക്കുവാനാവില്ല. കാരണം എല്ലാ മനുഷ്യർക്കും 3 ഉപകരണങ്ങളുണ്ട്: ശരീരം, മനസ്സ്, ബുദ്ധി. ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഭക്തിയോഗം. ബുദ്ധി കൊണ്ടുള്ള അന്വേഷണമാണ് ജ്ഞാനയോഗം. കൂടുതൽ തീവ്രമായിട്ട് ഒരു മാർഗം നമുക്ക് ശ്രേഷ്ഠമാണെന്ന് തോന്നാം. പക്ഷേ മറ്റ് 2 മാർഗങ്ങളെയും നമുക്ക് ആശ്രയിക്കാതെ വയ്യ. ഈ 3 മാർഗങ്ങളുടെയും ഒരു സമന്വയമാണ് എല്ലാ ദാർശനിക ശാസ്ത്രങ്ങൾ. ബദ്രീനാഥം എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഔന്നത്യത്തിൽ വിലസുന്ന ഒരു വലിയ ക്ഷേത്രമാണ്. അവിടെ എത്തിച്ചേരണമെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതല്ലാതെ സാധിക്കുകയില്ല. ഇന്നും ബദ്രീനാഥിനൊക്കെ പോകുന്ന ബസ്സിന് അതൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ഡ്രൈവർമാർ ഓരോ ചക്രത്തിനും ദീപാരാധനയൊക്കെ കാണിക്കുന്നത് കാണാം. സുരക്ഷിതമായി പോയി തിരിച്ചു വരുവാൻ ചക്രത്തിൽ സാക്ഷാൽ ശ്രീ ബദ്രീനാഥനെ കണ്ടേ പറ്റൂ. ഒരു ചെറിയ അശ്രദ്ധ മതി, ബദ്രീനാഥൻ്റെ പാദത്തിലെ ധൂളിയായി നമ്മളും മാറും. എത്ര ശക്തനായ ഭൗതികവാദിയെയും ഗംഗോത്രി യമുനോത്രി യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകൂ. അതിൻ്റെ സമാന ശാസ്ത്രക്കാർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒന്നും മിണ്ടില്ല. അല്ലെങ്കിൽ ബദ്രീനാഥ, ഗുരുവായൂരപ്പ എന്ന് വിളിക്കും, ഉറപ്പാണ്. മനുഷ്യൻ്റെ എല്ലാ യുക്തികളും അസ്തമിക്കേണ്ടതായ യാത്രയാണത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഓർമ്മിക്കുക, തപോവൻ സ്വാമികളൊക്കെ പോകുന്ന സമയത്ത് ഋഷികേശിൽ വരെ ആനകളും കരടികളും കടുവകളും ഒക്കെ വരുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഔന്നത്യത്തിലെ കാര്യം പറയാനുണ്ടോ? അത്രയും വലിയ വനമായിരുന്നു അക്കാലങ്ങളിൽ. ഇവിടെ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്നത് ഒരു ക്ഷേത്രമായതുകൊണ്ടാണ്, ക്ഷേത്രസങ്കല്പമായതുകൊണ്ടും അനേകം ഭക്തജനങ്ങൾക്ക് സ്വയം സമർപ്പിക്കുവാൻ ഇതുപോലൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ് ഇങ്ങനെയൊരു വിവരണം തന്നിരിക്കുന്നത്. അല്ലാതെ മറ്റ് 2 മാർഗങ്ങളെ ഒരിക്കലും കുറച്ച് കാണിക്കുകയല്ല. ഹേ ഭഗവൻ, കർമ്മയോഗത്തിനോ ജ്ഞാനയോഗത്തിനോ മനുഷ്യന് അനായാസേന ഭക്തിമാർഗം പോലെ വേറൊരു മാർഗവുമില്ലാത്തതിനാൽ ഇവിടെ പ്രകീർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ബദ്രീനാഥനെ ഞാനിവിടെ സ്തുതിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഹരി ഓം.